തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് മാത്രമല്ല എന്റെ ലക്ഷ്യം. അതിനപ്പുറം ഈ മണ്ണിന്റെയും ഇവിടത്തെ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തിന്റെയും ഇടയിലുള്ള നിശ്ശബ്ദമായ സംഭാഷണങ്ങൾ കേൾക്കുക, അത് ആഴത്തിൽ മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം. കാരണം ഒരു നല്ല നാളെയുടെ അടിത്തറ പണിയേണ്ടത് ആ സംഭാഷണങ്ങളിൽ നിന്നാണ്. നമുക്ക് ഒരുമിച്ച് പുതുക്കാടിന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കാം. തൃശ്ശൂരിന്റെ തിരക്കുകളിൽ നിന്ന് ഒരൽപ്പം മാറി ഗ്രാമത്തിന്റെയും നഗരത്തിന്റെയും സ്വഭാവങ്ങൾ ഒരുപോലെ ചേർന്നൊരിടം. സെമി അർബൻ പഞ്ചായത്തുകളും ഗ്രാമങ്ങളും ഒത്തുചേരുന്ന ഒരു ഇടനാടൻ പ്രദേശം. ഇവിടത്തെ ആളുകളുടെ ജീവിതം മുന്നോട്ടു പോകുന്നത് പ്രധാനമായും 3 കാര്യങ്ങളെ ആശ്രയിച്ചാണ്. 1. ചെറുകിട കൃഷി. 2. സേവനമേഖല. പിന്നെ ഒട്ടുമിക്ക വീടുകളിലും പ്രതീക്ഷയുടെ വെളിച്ചമെത്തിക്കുന്ന ഗൾഫ് പണം. ഈ 3 തൂണുകളിലാണ് അവരുടെ സ്വപ്നങ്ങളെല്ലാം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുടെ വിശ്വാസത്തെ പതിയെ ഇല്ലാതാക്കുന്നുണ്ട്. വേനൽക്കാലത്ത് വെള്ളമില്ലാത്ത അവസ്ഥ, പഠിച്ചിറങ്ങിയ ചെറുപ്പക്കാർക്കൊരു ജോലിയെക്കുറിച്ചുള്ള ആധി, പിന്നെ അടുക്കളയിലെ ബഡ്ജറ്റ് താളം തെറ്റിക്കുന്ന വിലക്കയറ്റം, അതോടൊപ്പം മോശം റോഡുകളും ആരോഗ്യ കേന്ദ്രങ്ങളിലെ സൗകര്യക്കുറവും. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല, അല്ലേ? ഈ അനുഭവങ്ങളെല്ലാം ഒരു വശത്ത്. ഇനി നമുക്ക് കണക്കുകളിലേക്ക് വരാം. കാരണം നമ്പറുകൾ കള്ളം പറയില്ല. പുതുക്കാടിന്റെ രാഷ്ട്രീയ മണ്ണിൽ നിന്ന് വളരെ വ്യക്തമായ 3 സൂചനകളാണ് നമുക്ക് കിട്ടുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിഗ്നൽ ഇതാണ്: 46.94%. ഇതൊരു വെറും അക്കമല്ല. 2016-ൽ 50%-ന് മുകളിലുണ്ടായിരുന്ന ഭരണപക്ഷത്തിന്റെ വോട്ട് വിഹിതമാണ് 2021-ൽ 47%-ൽ താഴെയെത്തിയത്. അതിനർത്ഥമെന്താ? അവരുടെ പരമ്പരാഗതമായ സ്വാധീനത്തിൽ ഒരു വിള്ളൽ വീണു തുടങ്ങിയിരിക്കുന്നു. രണ്ടാമത്തെ സൂചന ഒരു മൂന്നാം ശക്തിയുടെ ചിട്ടയായ വളർച്ചയാണ്. നോക്കൂ, ഒരു ദശാബ്ദം കൊണ്ട് BJP അവരുടെ വോട്ടുവിഹിതം ഇരട്ടിയിലധികമാക്കി. അതായത് നിലവിലുള്ള മുന്നണികളിൽ തൃപ്തരല്ലാത്ത ഒരു വലിയ വിഭാഗം വോട്ടർമാർ പുതിയൊരിടം തേടുന്നു. ഇത് ഇവിടത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. ഇനി മൂന്നാമത്തെ കാര്യം, പോളിംഗ് ശതമാനത്തിലുണ്ടായ ഇടിവ്. ഇത് നമ്മൾ സൂക്ഷിച്ചു കാണേണ്ട ഒന്നാണ്. ആളുകൾക്കിടയിൽ ഒരു തരം നിരാശ പടരുന്നുണ്ടോ? അല്ലെങ്കിൽ ആര് ജയിച്ചാലും തങ്ങളുടെ ജീവിതത്തിൽ മാറ്റമൊന്നും വരില്ലെന്നൊരു തോന്നൽ ശക്തമാകുന്നുണ്ടോ? അതിന്റെ പ്രതിഫലനമാകാം ഇത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇതിന്റെ ഉത്തരം ഏതെങ്കിലും വ്യക്തിയിലോ നേതാവിലോ ഒതുങ്ങുന്നില്ല. നമ്മൾ നോക്കേണ്ടത് ഇതിനു പിന്നിലെ വ്യവസ്ഥാപരമായ കാരണങ്ങളെയാണ്. പുതുക്കാട്ടെ ഈ തിരഞ്ഞെടുപ്പ് സൂചനകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാം. ഒന്നാമത്തേത്, പരമ്പരാഗത വോട്ട് ബാങ്കുകൾക്ക് ഇളക്കം തട്ടുന്നു എന്നതാണ്. കാലങ്ങളായി നിലനിന്നിരുന്ന സാമൂഹിക കൂട്ടുകെട്ടുകൾ ദുർബലമാവുകയാണ്. ദളിത്, നായർ, ഈഴവ സമുദായങ്ങളിലെ വോട്ടർമാർ പുതിയ രാഷ്ട്രീയ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾക്ക് ആരാണ് പരിഹാരം നൽകുന്നത് എന്നതാണ് പുതിയ ചോദ്യം. രണ്ടാമത്തേത്, സാമ്പത്തിക സമ്മർദ്ദമാണ്. നമ്മൾ പറയുന്ന ആ അടുക്കളാക്കുട്ടി പണപ്പെരുപ്പം. അതായത് അരിയും പച്ചക്കറിയും പോലെ ദിവസവും വേണ്ട സാധനങ്ങൾക്ക് വില കയറുന്നത് ഓരോ കുടുംബത്തിന്റെയും ബജറ്റിനെ താളം തെറ്റിക്കുന്നു. അതോടൊപ്പം കിട്ടേണ്ട ക്ഷേമ പദ്ധതികൾ വൈകുമ്പോൾ ജനങ്ങൾക്ക് വ്യവസ്ഥയിലുള്ള വിശ്വാസം കുറയും, അല്ലേ? മൂന്നാമത്തെ വിഭാഗം ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയവരാണ്. വലിയ സ്വപ്നങ്ങളുമായി കടൽ കടന്നുപോയവർ. മഹാമാരി കാരണം എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയപ്പോൾ അവരുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായി. ഈ നിരാശയും ദേഷ്യവും വോട്ടിംഗ് ബൂത്തിൽ ഒരു നിശബ്ദ പ്രതിഷേധമായി പ്രതിഫലിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു അടിസ്ഥാന തത്വമുണ്ട്. നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം ഓരോ വ്യക്തിയുടെയും അന്തസ്സാണ്. അതിനാണ് പ്രഥമ പരിഗണന. അതുകൊണ്ടുതന്നെ പൊതുസമൂഹത്തിലെ സംഭാഷണങ്ങൾ എപ്പോഴും അറിവുള്ളതും ഉത്തരവാദിത്വമുള്ളതുമായിരിക്കണം. നാലാമത്തെ കാരണം വളരെ പ്രാദേശികമാണ്, പക്ഷേ അത്ര തന്നെ തീവ്രവുമാണ്. മണ്ഡലത്തിന്റെ അതിർത്തിയിലുള്ള പഞ്ചായത്തുകളിൽ വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് ഒരു ഉപജീവനമാർഗം ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് സഹായം വൈകുമ്പോൾ അത് ഭരണകൂടത്തോടുള്ള കടുത്ത രോഷമായി മാറുന്നു. ഇനി നമുക്ക് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലെ കണക്കുകളൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം. ഇത് പഴയ വാർത്തയല്ല, മറിച്ച് പുതുക്കാടിന്റെ രാഷ്ട്രീയ മാറ്റത്തിന്റെ വ്യക്തമായൊരു പാറ്റേൺ, ഒരു ചിത്രം നമുക്ക് മുന്നിൽ തെളിയിച്ചു തരുന്നു. ഈ കണക്കുകളിലെ കഥ ശ്രദ്ധിക്കൂ. 2011-ൽ ഇതൊരു വ്യക്തമായ ദ്വിമുന്നണി പോരാട്ടമായിരുന്നു. എന്നാൽ 2016 ആയപ്പോഴേക്കും ചിത്രം മാറി. BJP ഒരു നിർണായക ശക്തിയായി മാറി. ഈ മാറ്റം പ്രധാനമായും ബാധിച്ചത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെയാണ്. 2021 എത്തിയപ്പോൾ അതൊരു പൂർണ്ണ ത്രികോണ മത്സരമായി. ഭരണപക്ഷത്തിന് വോട്ട് കുറഞ്ഞപ്പോൾ കോൺഗ്രസ് അല്പം മെച്ചപ്പെട്ടു. BJP തങ്ങളുടെ സ്വാധീനം നിലനിർത്തി. 2 മുന്നണി എന്ന ശീലം ഇവിടെ അവസാനിച്ചു എന്ന് വ്യക്തം. അപ്പോൾ
ഈ കണക്കുകളും യാഥാർത്ഥ്യങ്ങളും വെറുമൊരു ചരിത്രപാഠമല്ല, ഭാവിയെ രൂപപ്പെടുത്താനുള്ള ഒരു വഴികാട്ടിയാണ്. ഇതിൽ നിന്നാണ് പ്രവർത്തനക്ഷമമായ ഒരു ഭരണമാതൃക, ഒരു ബ്ലൂപ്രിന്റ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഒരു നല്ല ഭരണമാതൃക തുടങ്ങേണ്ടത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നാണ്. അളഗപ്പ നഗറിലെ റേഷൻ കാർഡ് പ്രശ്നം പരിഹരിക്കുന്നതും നെന്മണിക്കരയിലെ കനാൽ നന്നാക്കുന്നതും ചെറിയ കാര്യങ്ങളല്ല. തൃക്കൂറിലെ കർഷകന് കൃത്യസമയത്ത് നഷ്ടപരിഹാരം കിട്ടുമ്പോൾ, പറപ്പൂക്കരയിലെ ആരോഗ്യകേന്ദ്രം മെച്ചപ്പെടുമ്പോൾ ഭരണം തങ്ങളെ കേൾക്കുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നും. അതാണ് പ്രധാനം. ഈ പ്രാദേശിക പരിഹാരങ്ങൾക്കൊപ്പം ദീർഘവീക്ഷണത്തോടെയുള്ള 3 വലിയ പദ്ധതികൾ കൂടി വേണം. പുതുക്കാട് ഡാം നവീകരണം ജലക്ഷാമത്തിനും കൃഷിക്കും ഒരുപോലെ പരിഹാരമാകും. ഒരു സ്മാർട്ട് ഹെൽത്ത് പദ്ധതി ജനങ്ങളുടെ ആരോഗ്യത്തിന് ഉറപ്പു നൽകും. പിന്നെ ഒരു ഡിജിറ്റൽ നൈപുണ്യ കേന്ദ്രം, അത് നമ്മുടെ യുവതലമുറയ്ക്ക് പുതിയ തൊഴിലവസരങ്ങൾ തുറന്നുകൊടുക്കും. ഈ പദ്ധതികളെല്ലാം ചേരുമ്പോൾ രൂപപ്പെടുന്നത് വെറുമൊരു വികസന രേഖയല്ല, അത് സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ഒരു പുതിയ സാമൂഹിക ഉടമ്പടിയാണ്. ഈ ബ്ലൂപ്രിന്റിന് പിന്നിലെ യഥാർത്ഥ കാഴ്ചപ്പാടും അതുതന്നെ. എന്താണ് ഈ പുതിയ സാമൂഹിക ഉടമ്പടി? സിമ്പിളായി പറഞ്ഞാൽ, വാഗ്ദാനങ്ങൾക്കപ്പുറം ജനങ്ങൾക്ക് തൊട്ടറിയാവുന്ന ഫലങ്ങൾ നൽകലാണ്. ഒരു നൈപുണ്യ കേന്ദ്രം എന്നത് വെറുമൊരു കെട്ടിടമല്ല, അത് അവസരങ്ങളിലേക്കുള്ളൊരു പാലമാണ്. ഒരു പുതിയ ആരോഗ്യ കേന്ദ്രം എന്നത് ക്ഷേമത്തിനുള്ളൊരു ഉറപ്പാണ്. സുരക്ഷിതമായ ജലവിതരണം അന്തസ്സുള്ള ജീവിതത്തിന്റെ അടിത്തറയാണ്. ഈ പുതിയ ഉടമ്പടിയുടെ അടിത്തറ വിശ്വാസമാണ്. ആ വിശ്വാസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? അവിടെയാണ് ഡാറ്റ പ്രൈവസി അഥവാ വ്യക്തിവിവരങ്ങളുടെ സ്വകാര്യത ഒരു ഭരണപരമായ മൂല്യമായി മാറുന്നത്. ജനങ്ങളുടെ വിവരങ്ങൾ അവരുടെ പൂർണ്ണ സമ്മതത്തോടെ അവരുടെ നന്മയ്ക്കുവേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോഴാണ് ആഴത്തിലുള്ള വിശ്വാസം രൂപപ്പെടുന്നത്. അതാണ് നല്ല ഭരണത്തിന്റെ യഥാർത്ഥ നാണയം. അപ്പോൾ ഈ കണക്കുകളെല്ലാം ശാന്തമായൊരു മുന്നറിയിപ്പാണ്. എന്നാൽ അതോടൊപ്പം അത് കൃത്യവും വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതും ആഴത്തിൽ മാനുഷികവുമായ ഒരു ഭരണത്തിനു വേണ്ടിയുള്ള വ്യക്തമായൊരു കാഴ്ചപ്പാടും നമുക്ക് നൽകുന്നു. നിങ്ങൾ ഒരു ജനകേന്ദ്രീകൃത നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയർത്താനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai-യുമായി mgr@blueprintstrategies.ai എന്ന ഇമെയിലിലോ 08042041602 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. രാഷ്ട്രീയത്തിനപ്പുറമുള്ള ലക്ഷ്യം.